കാലിക്കറ്റ് സർവകലാശാലയിൽ നിർണായക സെനറ്റ് യോഗം ഇന്ന് നടക്കും. ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ തടയുമെന്ന നിലപാടിലാണ് SFI. ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടതുപക്ഷ അംഗങ്ങൾ പ്രമേയം അവതരിപ്പിക്കാനും സാധ്യത. വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. നിർണായകമായിട്ടുള്ള സെനറ്റ് യോഗമാണ് ഇന്ന് ചേരുന്നത്. ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ സെനറ്റ് യോഗമാണ്. ഈ 18 അംഗങ്ങളിൽ 9 പേരും RSS ABVP പ്രവർത്തകരാണ് എന്നാണ് SFI ഉൾപ്പെടെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘപരിവാർ കാഴ്ചപ്പാടുള്ളവരെ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് SFI. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാലിക്കറ്റ് സർവകലാശാല വീണ്ടും ഈ ക്യാമ്പസ് വീണ്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രാവിലെ 10 മണിയോട് കൂടിയാണ് സെനറ്റ് യോഗം ആരംഭിക്കുക. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് SFI തുടക്കമിടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു, ഗവർണർ എത്തിയ വേളയിൽ രാവിലെയും ഒപ്പം തന്നെ രാത്രിയുമൊക്കെ നീണ്ടുനിന്ന പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നൽകിയ പട്ടികയുടെ പുറത്തു നിന്ന് മറ്റുള്ളവരെ ഇതിലേക്ക് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഒരിക്കലും അനുവദിക്കാനാവില്ല. കേരളത്തിലെ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് SFI. അതുകൊണ്ട് തന്നെ 10 മണിയോട് കൂടെ ഈ സെനറ്റ് യോഗം ചേരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്.